നോക്കുക. ഫൈൻഡ് ദ ടൈലർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് 2 ക്വസ്റ്റ്യൻ ഒരുമിച്ച് തന്നതാട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സൈൻ സെഡ് എബൌട്ട് സെഡ് ഈക്വൽ ടു π/4 ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ സൈൻ z/z-π എബൌട്ട് ദ പോയിന്റ് സെഡ് ഈക്വൽ ടു π. ഇതുവരെ നമ്മൾ സെഡിലുള്ള ഓൾജിബ്രിക് എക്സ്പ്രഷൻസ് കണ്ടില്ലേ, 1+z 1/1+z എന്നൊക്കെ ഉള്ളത്. ഇവിടെ സൈൻ സെഡാണ് വരുന്നത്. സൈൻ സെഡും e⁻z ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് വ്യത്യാസം എന്നുള്ളതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. f(z) ഇസ് ഈക്വൽ ടു സൈൻ സെഡ് അല്ലേ. അപ്പോൾ ഇവിടെ z0 എന്ന് പറയുന്ന പോയിൻ്റ് ഏതാണ്? ഈ കേസിൽ π/4 ആണ്. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും പറയാറുള്ളത് പോലെ z-z0 എന്ന് പറയുന്ന സ്ഥലത്ത് z-π/4 ആണ് വരേണ്ടത് അല്ലേ. അതായത് ഓൾറെഡി z-π/4 ഉണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ വെറും സൈൻ സെഡ് ഉള്ളൂ, അല്ലാതെ വേറൊരു സെഡ് ടൈമും കാണുന്നില്ല. അപ്പോൾ അല്ലാത്ത സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും? സെഡിനെ ചേഞ്ച് ചെയ്യും. എന്തായിട്ട്? z-π/4 ആയിട്ട് പ്ലസ് π/4. ഓക്കെ, z-π/4 പ്ലസ് π/4. ഓക്കെ അല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യും? ഇതിനെ കോൺസ്റ്റൻ്റ് ആദ്യം z ടൈമിന് രണ്ടാമത് എഴുതിയിട്ട് ആ കോൺസ്റ്റൻ്റ് പുറത്തേക്ക് എടുക്കും. അതിവിടെ പറ്റില്ല, കാരണം ഇത് സൈനിലുള്ള ചോദ്യമാണ്. അപ്പോൾ സൈനിലും കോസിലും e⁻z വന്നാൽ നമ്മൾ നേരത്തെ റിസൾട്ട് കാണിച്ചൊന്നല്ലോ. അപ്പോൾ ഇത് പ്രകാരം നമ്മൾ പോയേ പറ്റൂ. ഓക്കെ അല്ലേ. അങ്ങനത്തെ ഒക്കെ കേസ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ എങ്ങനെ നമുക്ക് ചെയ്യാനുള്ളത് നോക്കൂ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നാണ് അല്ലേ. ദാറ്റ് ഈക്വൽ ടു സൈൻ ഓഫ് z-π/4നെ നമ്മൾ സപ്പോസ് ഒരു എ എന്ന് കൺസിഡർ ചെയ്യാം, ഒരു ടേമായിട്ട് എ, പ്ലസ് π/4നെ നമ്മളൊരു ബി എന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇത് സൈൻ ഓഫ് എ പ്ലസ് ബി എന്ന ഫോമല്ലേ? യെസ്. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിലൊക്കെ ഈ ഒരു ഫോർമുലായിരിക്കും നിർബന്ധമായിട്ട് വരിക. ഇനി കോസ് ആണെങ്കിൽ കോസ് ഓഫ് എ പ്ലസ് ബി വരും. ഓക്കെ, അപ്പോൾ എന്താണ് സൈൻ ഓഫ് എ പ്ലസ് ബി? അത് ഞാൻ ഇവിടെ എഴുതാം. സൈൻ ഓഫ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ഇതാണ് സൈൻ ഓഫ് എ പ്ലസ് ബി. ഇനി സൈൻ ഓഫ് എ മൈനസ് ബി ആണെങ്കിലോ അത് അവിടെ കാണിക്കട്ടോ. അപ്പോൾ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. അപ്പോൾ പ്ലസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ആക്കുക, മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആക്കുക. ഇനി ഇതാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ വേണ്ട എക്സ്പ്രഷൻ. ഓക്കെ അല്ലേ. ഇതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഇതേപോലെ ഒരാളും കൂടി ഉണ്ട്. അത് നമുക്ക് ഇവിടെ ആവശ്യമില്ല, ഒരു പക്ഷേ ആവശ്യം വന്നാൽ കോസ് ഓഫ് എ പ്ലസ് ബി. കോസ് ഓഫ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. അപ്പോൾ ഇനി കോസ് ഓഫ് എ മൈനസ് ബി ആണെങ്കിലോ ഇതേപോലെ ഇവിടെ പ്ലസ് ആക്കുക. അപ്പോൾ പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കുക, മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കുക. അപ്പോൾ ഈ റിസൾട്ടൊക്കെ നമുക്ക് ആവശ്യം വരും കേട്ടോ. പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ഇവിടെ നമുക്ക് ഈ ഫസ്റ്റ് റിസൾട്ട് മതി അല്ലേ. അപ്പോൾ എന്താണ് ഇതനുസരിച്ച് വരാൻ നോക്കിക്കേ. ദാറ്റ് ഈക്വൽസ് എൻ്റെ സ്ഥാനത്ത് z-π/4 ആണ്, ബീൻ്റെ സ്ഥാനത്ത് π/4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ എ കോസ് ബി, ദാറ്റ് ഈസ് സൈൻ ഓഫ് z-π/4 ഇൻറ്റു കോസ് π/4 അല്ലേ, പ്ലസ് കോസ് എ, ദാറ്റ് ഈസ് കോസ് ഓഫ് z-π/4 ഇൻറ്റു സൈൻ ബി, ദാറ്റ് ഈസ് സൈൻ π/4. ഇതാണ് വരുന്നത് അല്ലേ. ഈ π/4 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പരിചയമുള്ള ആളാണല്ലോ. പൈ എത്രയാണ്? 180 ഡിഗ്രിയാണ് അല്ലേ. പൈ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ π/4 എന്ന് പറഞ്ഞാലോ 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ 4, ദാറ്റ് ഈസ് 45 ഡിഗ്രി. സോ കോസ് 45ഉം സൈൻ 45. അത് നിങ്ങൾക്ക് പെട്ടെന്ന് ആലോചിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ നോക്കിയാൽ മതി. സയൻറ്റിഫിക് നമ്മളെല്ലാവരും കയ്യിലുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ കാണാൻ പറ്റും കൃത്യമായിട്ട്. ദാറ്റ് ഈസ് സൈൻ z-π/4 ഇൻറ്റു 1/√2 എന്ന് കാണാൻ പറ്റും അല്ലേ, പ്ലസ് കോസ് z-π/4 ഇൻറ്റു വാട്ട് ഈസ് സൈൻ 45, ദാറ്റ് ഈസ് ഓൾസോ 1/√2. ഈ രണ്ട് സ്ഥലത്തും 1/√2 കോമൺ അല്ലേ. ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. 1/√2 പുറത്തെടുത്താൽ ബ്രാക്കറ്റിൽ സൈൻ ഓഫ് z-π/4 പ്ലസ് കോസ് ഓഫ് z-π/4. ഓക്കെ, ദാറ്റ് ഈക്വൽ ടു 1/√2
ഇപ്പോൾ നിങ്ങൾ ബ്രാക്കറ്റിൽ കാണുന്ന രണ്ടാൾക്കാരുണ്ടല്ലോ, ദാറ്റ് ഈസ് സൈൻ ഓഫ് സെറ്റ് മൈനസ് പൈ ബൈ ഫോറും കോസ് ഓഫ് സെറ്റ് മൈനസ് പൈ ബൈ ഫോറും. ഇത് നമ്മൾ തുടക്കത്തിൽ കുറച്ച് ഫോർമുലാസ് 7 ഫോർമുല ഞങ്ങൾ കാണിച്ചു തന്നല്ലോ, അതിൽ വരുന്ന 2 ഫോർമുലകളാണ്. ഓക്കെ അല്ലേ? കൃത്യമായിട്ട് പറഞ്ഞാൽ സൈൻ സെറ്റ് കണ്ടോ, സൈൻ സെറ്റ് സെറ്റ് മൈനസ് സെറ്റ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് സെറ്റ് റേസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ മൈനസ് എറ്റ്സെട്ര. അതാണ് സൈൻ സെറ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ സെറ്റിൻ്റെ സ്ഥാനത്ത് ആരാണോ ആ സാധനം നിങ്ങൾ ചേഞ്ച് കൊടുത്താൽ മതി. നേരത്തെ നമ്മൾ 1+ സെറ്റിലും 1- സെറ്റിലൊക്കെ പറഞ്ഞ പോലെ തന്നെ സെറ്റ് സെറ്റായിട്ട് വരണമെന്നില്ല, സെറ്റിലുള്ള ഏതെങ്കിലും ഒരു ടേം ആയാൽ മതി. ഓക്കെ അല്ലേ? അതേപോലെ കോസ് സെറ്റ് 1 മൈനസ് സെറ്റ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് സെറ്റ് റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ മൈനസ് സെറ്റ് റേസ് ടു 6 ബൈ 6 ഫാക്ടോറിയൽ പ്ലസ് എറ്റ്സെട്ര. ഈ 2 ഫോർമുലയാണ് നമുക്കവിടെ കൃത്യമായിട്ട് കൊടുക്കാനുള്ളത് അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുക? കൃത്യമായിട്ട് പറഞ്ഞാൽ ദിസ് ഈസ് ഓഫ് ദ ഫോം സൈൻ സെറ്റ്, സെറ്റിൻ്റെ സ്ഥാനത്ത് സെറ്റ് മൈനസ് പൈ ബൈ 4. സോ സെറ്റ് അതായത് സെറ്റ് മൈനസ് പൈ ബൈ 4 മൈനസ് സെറ്റ് ക്യൂബ്, സെറ്റ് എന്ന് എഴുതരുത് കേട്ടോ, എഴുതുമ്പോൾ ആ സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സെറ്റ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് സെറ്റ് റേസ് ടു 5 ദാറ്റ് ഈസ് സെറ്റ് മൈനസ് പൈ ബൈ 4 ഓൾ റേസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ മൈനസ് എറ്റ്സെട്ര. അത്ര മതി. പ്ലസ് രണ്ടാമത്, അപ്പോൾ അവിടെ 2 സീരീസ് എക്സ്പാൻഷൻ വരുന്നുണ്ട്, സൈനും വരുന്നുണ്ട് കോസും വരുന്നുണ്ട്. ഇനി കോസും ഇതേപോലെ നമുക്കൊരു ഇൻഫിനിറ്റ് സീരീസ് ഫോമാണ് വരുന്നത് അല്ലേ. കോസിൻ്റെ ഫോർമുല നിങ്ങൾ നേരത്തെ കണ്ടല്ലോ, 1 മൈനസ് സെറ്റ് സ്ക്വയർ, സെറ്റിൻ്റെ സ്ഥാനത്ത് സെറ്റ് മൈനസ് പൈ ബൈ 4 ഓൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് സെറ്റ് റേസ് ടു 4 ദാറ്റ് ഈസ് സെറ്റ് മൈനസ് പൈ ബൈ 4 all raised to 4 by 4 ഫാക്ടോറിയൽ മൈനസ് എറ്റ്സെട്ര. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു 3-4 ടേം എഴുതിയാൽ മതി കേട്ടോ മാക്സിമം. ഇതാണ് കോസ് സെറ്റിൻ്റെയും സൈൻ സെറ്റിൻ്റെയും റിസൾട്ട് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കൊടുത്താൽ കിട്ടുന്നത് അല്ലേ. അപ്പോൾ എന്താ വരിക? ദാറ്റ് ഈക്വൽ ടു ഇത്രയുള്ള എക്സ്പാൻഷൻ കഴിഞ്ഞു. ഇനി ഒന്ന് സോർട്ട് ചെയ്താൽ മതി പറ്റുമെങ്കിൽ. ദാറ്റ് ഈസ് 1/√2 ഇൻറ്റു, ഇപ്പോൾ ഇവിടെ അതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 സീരീസ് അല്ലേ, 2 ഇൻഫിനിറ്റ് സീരീസ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളതിനെ ഒറ്റൊന്നാക്കി കൊണ്ട് മാറ്റാം. സോ ആദ്യം കോൺസ്റ്റൻറ്റ് ടേം ഉണ്ടെങ്കിൽ അത് എഴുതാം, യെസ് 1. പിന്നെ സെഡ് അല്ലല്ലോ ഇവിടെ വരുന്നത്, സെഡ് മൈനസ് പൈ ബൈ 4ൻ്റെ പവറിലാണ് ഇവിടെ 2 സീരീസിലും വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് തന്നെയാണല്ലോ. സെറ്റ് മൈനസ് സെറ്റ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, ഇവിടെ നമുക്ക് ഇതാ സെറ്റ് മൈനസ് പൈ ബൈ 4ൻ്റെ ടേമിലാണ് എക്സ്പാൻഷൻ വരേണ്ടതെന്ന് അല്ലേ. യെസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെറ്റ് മൈനസ് പൈ ബൈ 4 ടേം ഉണ്ടോ നോക്കാം. പവർ 1 ഉള്ള ആൾ, യെസ് സ്റ്റാർട്ടിങ് ടേം ഉണ്ടോ. സോ പ്ലസ് സെറ്റ് മൈനസ് പൈ ബൈ 4. നെക്സ്റ്റ് സ്ക്വയർ ടേം ഉണ്ടോ നോക്കാം, യെസ് മൈനസ് സെറ്റ് മൈനസ് പൈ ബൈ 4 ഓൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. ഇനി ക്യൂബ് ടേം, യെസ് മൈനസ് സെറ്റ് മൈനസ് പൈ ബൈ 4 ഓൾ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ. നെക്സ്റ്റ് 4, യെസ് പ്ലസ് സെറ്റ് മൈനസ് പൈ ബൈ 4 whole raised to 4 by 4 factorial, then plus z minus pi by 4 all raised to 5 by 5 factorial. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ, മൈനസ് എറ്റ്സെട്ര. ഇതാണ് ഇപ്പം നമുക്കിവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രോബ്ലത്തിൻ്റെ ആൻസർ. ഓക്കെ അല്ലേ. ഇനി നമ്മളെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? സൈൻ സെഡ് ബൈ സെഡ് മൈനസ് പൈ ആണ്, എബൌട്ട് ദ പോയിന്റ് സെഡ് ഈക്വൽ ടു പൈ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സെൻറ്റർ തന്നിട്ടുള്ള ഏതാണ്? സെഡ് ഈക്വൽ ടു പൈ എന്നല്ലേ. അപ്പോൾ ആസ് യൂഷ്വൽ സെഡ് മൈനസ് സെഡ് നോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ നമുക്ക് വരുന്നത് സെഡ് മൈനസ് പൈ ആണ്. ഓക്കെ അല്ലേ, സെഡ് മൈനസ് പൈ ആണ്. കഴിഞ്ഞാൽ പൈ ബൈ 4 ഉള്ളത് ഇവിടെ പൈ ആണെന്നുള്ളൂ. അപ്പോൾ നേരത്തൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഓൾറെഡി ഫംഗ്ഷൻ്റെ അകത്ത് സെഡ് മൈനസ് പൈ ഉണ്ടെങ്കിൽ അത് മുകളിലായാലും ശരി താഴെയായാലും ശരി, അതിന് നിങ്ങളൊന്നും ചെയ്യണ്ട. അതല്ലാത്ത സ്ഥലത്ത് സെഡിനെ നിങ്ങൾ സെഡ് മൈനസ് പൈ ആക്കിയിട്ട് കഴിഞ്ഞ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള അതേ ജോലി തന്നെ ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ ഈ പറഞ്ഞ സംഗതി അതേപോലെ വന്നിട്ടുണ്ട് അല്ലേ.
പക്ഷേ ന്യൂമറേറ്ററിൽ സൈൻ സെഡ് ആണ്. അവിടെ നമ്മൾ ഓഫ് കോഴ്സ് മാറ്റണം. സെഡിനെ എന്താക്കിയിട്ട് സെഡ് മൈനസ് പൈ. സോ പ്ലസ് പൈ ഓൾ ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് പൈ. ഓക്കെ അല്ലേ? ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നിങ്ങളിപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സൈൻ ഓഫ് എ പ്ലസ് ബി നിങ്ങൾക്ക് ഉപയോഗിക്കാം, തീർച്ചയായിട്ടും ഉപയോഗിക്കാം. അതല്ലെങ്കിൽ റിഡക്ഷൻ ഫോർമുല എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. റിഡക്ഷൻ ഫോർമുല അത് നിങ്ങൾക്ക് അറിയില്ലാന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തരാൻ കുറച്ച് പണിയാണ്. എളുപ്പമാണ് സംഗതി റിസൾട്ട്, പക്ഷേ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കുറച്ച് സമയം വേണം. അതായത് ഇത് പൈ എന്ന് പറഞ്ഞാൽ 180 ആണ് അല്ലേ, ചുരുക്കി പറയാം. അപ്പോൾ 180-യും 360-യും ഒക്കെ വരുന്ന ആംഗിളിന് നമ്മൾ ക്വാഡ്രൻ്റൽ ആംഗിൾ എന്ന് പറയാം. 90, 180, 270, 360 ഒക്കെ. അപ്പോൾ ഈ പറയുന്ന ആൾക്കാരുടെ കൂടെ ഈ ആംഗിൾ പർട്ടിക്കുലർ ആംഗിൾ ആയിട്ടുള്ള നമ്മളതിനെ തീറ്റ എന്നാ പറയാം. അപ്പോൾ ഇവിടെ ഈ കേസിൽ സെറ്റ് മൈനസ് പൈ കോമ്പിനേഷൻ പ്ലസ് കോമ്പിനേഷനിലോ മൈനസ് കോമ്പിനേഷനിലോ വരുമ്പോഴാണ് നമ്മളതിന് റിലേറ്റഡ് ആംഗിൾ എന്ന് പറയും. അപ്പോഴാണ് നമ്മൾ ഈ റിഡക്ഷൻ ഫോർമുല യൂസ് ചെയ്യുക. അപ്പോൾ റിഡക്ഷൻ ഫോർമുല യൂസ് ചെയ്യുമ്പോൾ ഈ 180-ലും 360-ലും സെയിം മോഡ് അപ്ലൈ ചെയ്യുക. അതായത് സൈനിൻ്റെ ആൻസർ സൈനിൽ, കോസിൻ്റെ ആൻസർ കോസ്, ടാൻ കൊസിക്ക് കോസിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അതേസമയം 19 270-ലാണ് വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുക. സൈൻ ആണെങ്കിൽ കോസിൻ്റെ ആൻസർ സൈനിൽ, ടാനിൻ്റെത് കോട്ടിൽ, കോട്ടിൻ്റെത് ടാനിൽ, കൊസീക്കിൻ്റെത് സീക്കിൽ, സീക്കിൻ്റെത് കൊസീക്കിൽ. ഓക്കെ അല്ലേ? ഞാൻ പറയുന്ന ഓപ്ഷൻസ് ക്ലിയർ ആവുന്നുണ്ടോ നോക്കുക. ഇനി അതിൻ്റെ ശേഷം നമ്മൾ ക്വാഡ്രൻ്റ് കൺഫേം ചെയ്യാം. അപ്പോൾ 180 പ്ലസ് തീറ്റയാണ് ഈ കേസിൽ. 180 എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മളെ ക്വാഡ്രൻ്റ് വരച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് 180 വരിക. പ്ലസ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട്, മൈനസ് എന്ന് പറഞ്ഞാൽ പിറകോട്ട്. അപ്പോൾ പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ തേർഡ് ക്വാഡ്രൻറ്റിൽ, മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രൻറ്റ്. അപ്പോൾ ഈ കേസിൽ ഏത് ക്വാഡ്രൻറ്റിലാണ് വരുന്നത്? സൈൻ 180 പ്ലസ് തീറ്റ തേർഡ് ക്വാഡ്രൻറ്റ്. തേർഡ് ക്വാഡ്രൻറ്റിൽ ഈ സൈനിൻ്റെ ചിഹ്നം എന്താണെന്ന് കൺഫേം ചെയ്യുക. നമുക്കറിയാം ASTC അല്ലേ? ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാവരും പോസിറ്റീവ്, സെക്കൻഡിൽ സൈന് പോസിറ്റീവ്, തേർഡിൽ ടാന്, ഫോർത്തിൽ കോസ്. അപ്പോൾ തേർഡിൽ ചുരുക്കി പറഞ്ഞാൽ സൈൻ എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ആൻസർ പറയൽ എന്താണെന്നറിയോ? പൈ എന്ന് പറഞ്ഞാൽ 180 ആണ്. 180ക്ക് സെയിം മോഡ്. അപ്പോൾ സൈനിൻ്റെ ആൻസർ സൈനിൽ തന്നെ പറയാം, പക്ഷേ തേർഡ് ക്വാഡ്രൻ്റ് ആണ്. അപ്പോൾ മൈനസ് ഓഫ് സൈൻ സെഡ് മൈനസ് പൈ എന്നാണ് വരിക. ഇത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞത് കാര്യം ഇതിപ്പോൾ ഒന്നാമത് ഇങ്ങനെ ക്ലാസ് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഇത് കൺഫേം ആവുന്നുള്ളത് കണ്ടറിഞ്ഞേ പറ്റൂ. ഇനി അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഉപയോഗിച്ച റിസൾട്ട് ഉണ്ടല്ലോ, ഇതങ്ങോട്ട് കൊടുത്താൽ മതി, വേറെ ഒന്നും പ്രശ്നമാക്കണ്ട. എന്താ? സൈൻ എ പ്ലസ് ബി. ഓക്കെ അല്ലേ? അപ്പോൾ സൈൻ എ പ്ലസ് ബി അല്ലെങ്കിൽ സൈൻ എ മൈനസ് ബി എന്നുള്ള നമുക്ക് രണ്ട് റിസൾട്ട് ഉണ്ടല്ലോ. ഇവിടെ നമ്മൾ ഏതെന്നെ ഉപയോഗിച്ചാൽ മതി. ഈ സാധനത്തിനെ നമ്മൾ എ എന്നും ഇതിനെ നമ്മൾ ബി എന്നും വിളിച്ചാൽ മതി. പരിപാടി കഴിഞ്ഞു. അപ്പോൾ എന്താ സംഭവിക്കുക? അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈക്വൽ ടു സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ഓൾ ഡിവൈഡഡ് ബൈ സെയിം ഫോർമുല കഴിഞ്ഞ കേസിൽ ഉപയോഗിച്ച് സെറ്റ് മൈനസ് പൈ. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, പൈ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി എന്നാണ് അല്ലേ? സൈൻ 180 0 ആണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ച് നോക്കിയാൽ മതി. ഡൗട്ട് ഉണ്ടെങ്കിൽ സൈൻ 180 0 ആണ്. അല്ലെങ്കിൽ സൈൻ്റെ കൂടെ ഏത് പൈൻ്റെ മൾട്ടിപ്പിൾ വന്നാലും 0 ആയിരിക്കും. കോസ് 180 -1 ആണ്. കോസിൻ്റെ കൂടെ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ആണെങ്കിൽ -1, ഈവൺ മൾട്ടിപ്പിൾ ഓഫ് പൈ ആണെങ്കിൽ 1 ആണ്. അത് ഓഡ് മൾട്ടിപ്പിൾ ആണല്ലോ. അതിന് നിങ്ങൾക്ക് സംശയം കാൽക്കുലേറ്ററിൽ നോക്കിയാൽ മതി. സൈൻ പൈ അല്ലെങ്കിൽ സൈൻ 180 എന്ന് അടിച്ചെടുക്കുക, 0 കാണിക്കുകയിൽ കോസ് 180 അടിച്ചെടുത്താൽ -1 കാണിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ സെക്കൻഡ് പോർഷൻ ഇവിടെ നിന്ന് അങ്ങോട്ട് കട്ടായി പോകും. കാരണം എന്താ? സൈൻ പൈ 0 ആയതിനാൽ ആര് മാത്രം ലാസ്റ്റ് ചെയ്യും? സൈൻ ഓഫ് z മൈനസ് പൈ ഇൻറ്റു -1 all divided by z minus pi, or this is equal to മൈനസ് ആദ്യം എഴുതുന്നുണ്ടെങ്കിൽ മൈനസ് സൈൻ ഓഫ് z മൈനസ് പൈ all divided by z മൈനസ് പൈ. കഴിഞ്ഞു. ഇനി നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ എക്സ്പാൻഷൻ, ദാറ്റ് ഈസ് ദ ലാസ്റ്റ്. അപ്പോൾ സൈനിൻ്റെ എക്സ്പാൻഷൻ ഇവിടെ കൊടുത്താൽ മതി. സെക്കൻഡ് ടൈം പോകാൻ കാരണം മനസ്സിലായില്ലേ? സൈൻ പൈ 0 ആണ്. 0 ഇൻറ്റു ഇനി ക്വാണ്ടിറ്റി 0 ആണല്ലോ വരിക. അതുകൊണ്ടാണ് ഈ ഒരു പോർഷൻ അവിടെ നിന്ന് കട്ടായി പോയത് കേട്ടോ. ഈ സെക്കൻഡ് പോർഷൻ ഇൻറ്റു 0 ആയിട്ട് പോകും. ഈ ഫസ്റ്റ് പോർഷൻ മാത്രമേ ഇവിടെ ആക്റ്റീവ് ആവുകയുള്ളൂ. അപ്പോൾ എന്താ വരിക? ദാറ്റ് ഈസ് മൈനസ് നമുക്ക് ആ 1/z മൈനസ് പൈനെ അങ്ങോട്ട് മാറ്റി നിർത്താം അല്ലേ? എക്സ്പാൻഷൻ വരുന്നത് സൈനിൽ മാത്രമാണല്ലോ. അപ്പോൾ എന്താ സംഭവിക്കുക? സൈൻ സെഡ് ആണ്. സോ സെഡ് ദാറ്റ് മീൻസ് z മൈനസ് പൈ മൈനസ് z ക്യൂബ്, z മൈനസ് പൈ ഓൾ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് z raised to 5, that is z minus pi all raised to 5 by 5 factorial minus etc. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അറിയാലോ. ഇതാണ് നമ്മളെ ആൻസർ വരിക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ -1/z മൈനസ് പൈൻ്റെ ഉള്ളിലേക്ക് ഗുണിക്കണമെങ്കിൽ ഗുണിക്കാം, അല്ലെങ്കിൽ യു ക്യാൻ സ്റ്റോപ്പ് ഹിയർ. ഓക്കെ അല്ലേ? അഥവാ ഗുണിക്കാന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും?
മൈനസ് കൊണ്ടാണ് ഗുണിക്കുന്നത്, അപ്പോൾ ചിഹ്നം മാറും. മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്. സെഡ് മൈനസ് പൈയും സെഡ് മൈനസ് പൈയും പരസ്പരം കട്ടായി പോവും, 1 വരും അല്ലേ. അടുത്തത് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. സെഡ് മൈനസ് പൈയും മുകളിലെ സെഡ് മൈനസ് പൈയും കട്ടായി പോവും, ബാക്കി എന്ത് വരും? സെഡ് മൈനസ് പൈ ഹോൾ സ്ക്വയർ മുകളിൽ വരും ബൈ 3 ഫാക്ടോറിയൽ. വീണ്ടും അടുത്തത് മൈനസ്, ചിഹ്നം മാറിക്കൊണ്ടിരിക്കുക, അത് നോക്കിയാൽ മതി. നിങ്ങൾ മൈനസ് കൊണ്ടാണ് ഗുണിക്കുന്നത് നമ്മൾ. സെഡ് മൈനസ് പൈ മുകളിലും താഴെയും കട്ട് ചെയ്ത് പോകും, ബാക്കി മുകളിൽ ഒരു ഫാക്ടർ പോയാൽ റേസ്റ്റ് 4 ആവും അല്ലേ. ബൈ 5 ഫാക്ടോറിയൽ പ്ലസ് എറ്റ്സെട്ര, ഇങ്ങനെയാണ് വരിക. ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഇത് അത്ര എഴുതിയിട്ട് അവസാനിപ്പിച്ചാൽ മതി, നോ പ്രോബ്ലം. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ടൈലർ സീരീസിനെ പറ്റി പറയാനുള്ളത്. ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഫൈൻഡ് ദ മെക്ലോറിൻ സീരീസ് എക്സ്പാൻഷൻ ഓഫ് എഫ് സെറ്റ് ഇസ് ഈക്വൽ ടു 1/1 പ്ലസ് സെറ്റ് സ്ക്വയർ. അപ്പോൾ ടൈലറിനെ പറ്റി നമ്മൾ കാര്യങ്ങൾ കുറേ പറഞ്ഞു അല്ലേ. ഇനി മെക്ലോറിനെ പറ്റിയാണ് പറയാനുള്ളത്. മെക്ലോറിൻ എന്ന് പറയുമ്പോൾ എന്താ വ്യത്യാസം? ഇവിടെ ഇനി എബൌട്ട് സെറ്റ് ഈക്വൽ ടു അല്ലെങ്കിൽ സെറ്റ് നോട്ട് ഈക്വൽ ടു എന്നിട്ട് തരില്ല, കാരണം അത് 0 ആയിരിക്കും. ടൈലറിലാണ് 0 അല്ലാത്ത വാല്യൂ വരിക. അപ്പോൾ ആ സെറ്റ് നോട്ട് സ്ഥിരം 0 ആയി കഴിഞ്ഞാൽ ടൈലറിനെ നമ്മൾ മെക്ലോറിൻ എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ മെക്ലോറിനാണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് എന്നിട്ട് നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ്റെ സെറ്റ് ചെയ്യുന്നൊരു ഫാക്ടർ ഉണ്ടല്ലോ, അതവിടെ തെരഞ്ഞു പോകണ്ട. ഓക്കെ അല്ലേ. എങ്ങനെ ഈ സംഗതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ മെക്ലോറിനാണ് ചോദ്യം എങ്കിൽ അവിടെ നമുക്ക് കിട്ടേണ്ട ആൻസർ ഒക്കെ സെഡിലും സെറ്റിൻ്റെ പവേഴ്സിലും ആയിരിക്കും. കാരണം സെറ്റ് മൈനസ് സെറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ അവിടെ സെഡ് ആയിട്ട് മാറും. അപ്പോൾ സെഡ്, സെഡ് സ്ക്വയർ, സെഡ് ക്യൂബ്, സെഡ് റേസ്റ്റ് 4 എറ്റ്സെട്ര എന്നിട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ ഓൾറെഡി നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1/1 പ്ലസ് സെറ്റ് സ്ക്വയർ അല്ലേ. അപ്പോൾ അവിടെ വേറെ നമുക്കൊന്നും ചേഞ്ച് ചെയ്യാനൊന്നുമില്ല. സെറ്റിൻ്റെ ടൈം അത് അതേപോലെ തന്നെ ഉണ്ടാവുക, അതിന് നേരെ കൊണ്ട് എക്സ്പാൻഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഈ ഡിനോമിനേറ്ററായിട്ട് വരുന്ന സ്ഥലത്ത് മാത്രമേ സെറ്റ് ടൈം വരുന്നുള്ളൂ അല്ലേ. അത് 1 പ്ലസ് സെറ്റ് സ്ക്വയർ ആണ്. ഇതിന് നേരെ മുകളിലേക്ക് കണ്ടു കൊണ്ടുപോവുക. അപ്പോൾ 1 പ്ലസ് സെറ്റ് സ്ക്വയർ ഹോൾ പവർ -1, ഇത്രയേ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ അല്ലേ. അപ്പോൾ 1/1 പ്ലസ് സെറ്റ് സ്ക്വയറിനെ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇതിനെ ഈ താഴെയുള്ള ടൈമിനെ നേരെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യും. അപ്പോൾ 1 പ്ലസ് സെറ്റ് സ്ക്വയർ ഹോൾ റേസ്റ്റ് -1, നമ്മളെ രണ്ടാമത്തെ ഫോർമുല അല്ലേ, മറന്നിട്ടില്ലല്ലോ. അപ്പോൾ 1 മൈനസ് സെറ്റിൻ്റെ സ്ഥാനത്ത് സെറ്റ് സ്ക്വയർ ആണെന്നുള്ളൂ. ഓക്കെ അല്ലേ. 1ൻ്റെ സ്ഥാനത്ത് 1 തന്നെ വരണം. സെറ്റിൻ്റെ സ്ഥാനത്ത് സെറ്റോ സെറ്റ് സ്ക്വയറോ സെറ്റ് ക്യൂബോ 2 സെറ്റോ ഒക്കെ വരാം. ഓക്കെ. അപ്പോൾ 1 മൈനസ് സെറ്റ്, ദാറ്റ് ഈസ് സെറ്റ് സ്ക്വയർ, പ്ലസ് സെറ്റ് സ്ക്വയർ മൈനസ് സെറ്റ് ക്യൂബ് പ്ലസ് എറ്റ്സെട്ര. ഇതാണ് ഫോർമുല, അസൽ ഫോർമുല അല്ലേ. സെറ്റിൻ്റെ സ്ഥാനത്ത് സെറ്റ് സ്ക്വയർ, അത്രയേ ഉള്ളൂ. അപ്പോൾ 1 മൈനസ് സെറ്റ് പ്ലസ് സെറ്റ് സ്ക്വയർ മൈനസ് സെറ്റ് ക്യൂബ് പ്ലസ് എറ്റ്സെട്ര. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഫോർമുല ഒന്ന് നോക്കുക. ദാറ്റ് ഈക്വൽ ടു 1 മൈനസ് സെറ്റ് സ്ക്വയർ പ്ലസ് സെഡ് റേസ്റ്റ് 4 മൈനസ് സെഡ് റേസ്റ്റ് 6 പ്ലസ് എറ്റ്സെട്ര. ഇത്ര പറയണുള്ളൂ. ഓക്കെ. അടുത്ത ചോദ്യം നോക്കൂ. ഫൈൻഡ് ദ മെക്ലോറിൻ സീരീസ് എക്സ്പാൻഷൻ ഓഫ് Z+2 ഡിവൈഡഡ് ബൈ 1 മൈനസ് സെറ്റ് സ്ക്വയർ. അപ്പോൾ പറഞ്ഞതുപോലെ മെക്ലോറിൻ സീരീസ് ആണ്, അതുകൊണ്ട് ഇവിടെ നമ്മൾ സെഡിലുള്ള ടേം, സെഡിൻ്റെ പവേഴ്സ് ആണ് അല്ലെങ്കിൽ സെഡിൻ്റെ ടേമിലാണ് ഇവിടെ എക്സ്പാൻഷൻ കൊണ്ടെത്തിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ചേഞ്ച് ടൈലറിൽ ചെയ്യുന്ന പോലെ സെഡിനെ മാറ്റുക എന്നുള്ളൊരു ജോലിയുടെ നമുക്ക് ഫ്രീ ആയി കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഫംഗ്ഷൻ ദാറ്റ് ഈസ് എഫ് സെഡ് ഇസ് ഈക്വൽ ടു Z+2 ഡിവൈഡഡ് ബൈ 1 മൈനസ് സെറ്റ് സ്ക്വയർ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത്, മുകളിൽ പ്രത്യേകിച്ച് ഒരു വർക്കില്ല, കാരണം നമുക്കിവിടെ ടൈലറിലെ പോലെ സെറ്റിന് ഓൾട്ടർ ചെയ്യാനൊന്നുമില്ലല്ലോ, മാറ്റിയെടുക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ അത് Z+2 ആയിട്ട് തന്നെ എഴുതിയാൽ മതി. പക്ഷെ താഴെ ആരുണ്ട്? 1 മൈനസ് സെറ്റ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഒരു എക്സ്പാൻഷനോടെ കൊണ്ടുവരണം അല്ലേ. മുകളിൽ നമുക്ക് എക്സ്പാൻഷന് പ്രത്യേകിച്ച് പവർ ഉണ്ടെങ്കിലേ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇവിടെ Z+2 ഹോൾ സ്ക്വയറിനോ ഹോൾ ക്യൂബിനോ അല്ലെങ്കിൽ റേസ്റ്റ് -1 അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ Z+2 ആയിട്ട് തന്നെ എഴുതിയാൽ മതി. പക്ഷേ താഴെ കിടക്കുന്ന 1 മൈനസ് സെറ്റ് സ്ക്വയർ മുകളിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അവിടെ എക്സ്പാൻഷൻ വരുള്ളൂ അല്ലേ. അപ്പോൾ ഇൻറ്റു 1 മൈനസ് സെറ്റ് സ്ക്വയർ ഹോൾ റേസ്റ്റ് -1, അതേപോലെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അപ്ലിഫ്റ്റ് ചെയ്യാം. ദാറ്റ് ഈക്വൽ ടു Z+2 ഇൻറ്റു എക്സ്പാൻഷൻ. എന്താ സംഭവം എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ? ഇതേതാണ് ഫോർമുല? ഫസ്റ്റ് ഫോർമുല അല്ലേ, മൈനസ് വരുന്ന ഫോർമുല. സെറ്റിൻ്റെ സ്ഥാനത്ത് സെറ്റ് സ്ക്വയർ ആണെന്നാണ്. അപ്പോൾ 1 പ്ലസ് സെറ്റ്, ദാറ്റ് ഈസ് സെറ്റ് സ്ക്വയർ, പ്ലസ് സെറ്റ് സ്ക്വയർ പ്ലസ് സെറ്റ് ക്യൂബ് പ്ലസ് എറ്റ്സെട്ര, ദാറ്റ് ഈക്വൽ ടു Z+2 ഇൻറ്റു 1 പ്ലസ് സെറ്റ് സ്ക്വയർ പ്ലസ്
z⁴ പ്ലസ് z⁴ പ്ലസ് എറ്റ്സെട്ര. കഴിഞ്ഞിട്ടില്ല. നമ്മൾ സാധാരണ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ചോദ്യം വൈൻഡപ്പ് ചെയ്യും ആൻസർ അല്ലേ. പക്ഷെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ടില്ല. കാരണം എന്താണ്, ഇവിടെ നമുക്ക് കിട്ടേണ്ട ആൻസറിൽ സെറ്റോ സെറ്റിൻ്റെ പവേഴ്സോ ഉണ്ടാവാൻ പാടുള്ളൂ. ഏതുണ്ടാവാൻ പാടില്ല? z+2. കണ്ടോ, നമ്മളിതുവരെ വൈൻഡപ്പ് ചെയ്യുന്ന സ്ഥലത്തൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. ഇനി ടൈലറിലായാലും ശരി, ടൈലറിൽ നമ്മൾ ആദ്യം തന്നെ ഒരാളെ സെറ്റ് ചെയ്ത് നോക്കൂ അല്ലേ. z-1 വരണം, z-i വരണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മൾ ചെയ്ത ആൻസറിലൊക്കെ നോക്കി അതല്ലാതെ ഏതെങ്കിലും z ടേം ഉണ്ടോ എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷേ ഈ കേസിൽ ഈ സെക്കൻഡ് പോർഷനിൽ ഓക്കെ സെറ്റിലുള്ള കറക്റ്റ് എക്സ്പാൻഷൻ വന്നു. പക്ഷേ ഫസ്റ്റ് ഭാഗത്ത് z+2 ആണ്. ദർ ഇസ് നോ z. അപ്പോൾ ഇത് ചുരുക്കി പറഞ്ഞാൽ ഇസെറ്റിൻ്റെ ടൈമിലുള്ള ഒരു കംപ്ലീറ്റ് സീരീസ് ആയിട്ട് തന്നെ കിട്ടണം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനൊന്ന് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ ഫോം ഒന്ന് മാറ്റിയെടുക്കണം. ഇതൊരു പ്രൊഡക്റ്റ് ഫോം ആയിട്ട് വന്നിട്ടുണ്ട്, ഇതിന് മാറ്റിയെടുക്കണം. വെരി സിമ്പിൾ. ആദ്യം ഈ സെറ്റ് കൊണ്ട് ഓരോ ടേമിനും മൾട്ടിപ്ലൈ ചെയ്യുക ഉള്ളിലേക്ക്, പിന്നെ ഈ 2 കൊണ്ടും ഗുണിക്കാം. അതിങ്ങനെ 2-3 ടേം വെച്ച് ചെയ്താൽ മതി. ഓക്കെ അല്ല, നമുക്കിത് ഇൻഫിനിറ്റ് സീരീസിനെ ഗുണിച്ച് അവസാനിപ്പിക്കാൻ പറ്റൊന്നുമില്ല. സോ ദിസ് ഇസ് ഈക്വൽ ടു, ആദ്യം സെറ്റ് ഉണ്ട്, z×1 z പ്ലസ് z×z² z³ പ്ലസ് z×z⁴ z⁵, അത് മതി, പ്ലസ് എറ്റ്സെട്ര എന്ന് പറഞ്ഞ് പോവും. ഇനി അടുത്തത് സെക്കൻഡ് ടൈം ഉണ്ട്, 2 ഉണ്ട്, 2×1 പ്ലസ് ഉണ്ടാവും, പ്ലസ് 2×1 പ്ലസ് 2, ഒരു മിനിറ്റ് ഒന്നുകൂടെ കറക്റ്റ് ചെയ്ത് പറയാം, പ്ലസ് 2 ഓക്കെ, പ്ലസ് 2×z² 2z² പ്ലസ് 2×z⁴ 2z⁴ പ്ലസ് എറ്റ്സെട്ര ഉണ്ടോ. അപ്പോൾ ഇത് 2 സീരീസ് വന്നുകൂടെ അല്ലേ, 2 ഇൻഫിനിറ്റ് സീരീസ് വന്നു. ഇതിനെ കമ്പൈൻ ചെയ്യുക, ഒറ്റൊന്നാക്കി മാറ്റുക. സോ ആദ്യം കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ എഴുതാം. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ സയൻസിൻ്റെ ടൈലറിൽ ചെയ്തില്ല അതേപോലെ. അപ്പോൾ ആദ്യം കോൺസ്റ്റൻ്റ് ആയിട്ട് 2 ഉണ്ട്. ഇനി ഇസെഡ് ടേം വെറും ഇസെഡായിട്ട് ആര് മാത്രമേ ഉള്ളൂ? ഇവിടെ സെഡ് മാത്രമേ ഉള്ളൂ. z² ടൈം ആയിട്ട് ആരുണ്ട്? 2z² ഉണ്ട്. ദെൻ z³ ടൈം ആയിട്ട് ആരുണ്ട്? പ്ലസ് z³ ഉണ്ട്. z⁴ ടൈമിൽ ആരുണ്ട്? 2z⁴ ഉണ്ട്, പ്ലസ് z⁵ പ്ലസ് എറ്റ്സെട്ര. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഇതാണ് മെക്ലോറിൻ സീരീസ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കാര്യമായിട്ട് ചെയ്യാനുള്ള വർക്ക്. ഓക്കെ അല്ലേ. ഇനി ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2-3 ഡെറിവേഷനേ ഉള്ളൂ. പ്രീവിയസിൽ വരാറുണ്ട് അധികം. അപ്പോൾ അതൊന്ന് പറയാം. ഫൈൻഡ് ദ മെക്ലോറിൻ സീരീസ് എക്സ്പാൻഷൻ ഓഫ് e⁻z sin z cos z. നമ്മൾ നേരത്തെ ഫോർമുല കണ്ടല്ലോ നിങ്ങൾ, e⁻z sin z cos z. അത് ഈ മെക്ലോറിൻ സീരീസ് എക്സ്പാൻഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ടെത്തുന്നത് കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി ഡെറിവേഷനാണ്. ഇതേപോലെ പഠിച്ചു വെച്ചാൽ മതി. ചോദിക്കാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചോദിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസ് f(z) = e⁻z. അപ്പോൾ നമ്മൾ സാധാരണ സെറ്റിനെ മാറ്റിയിട്ട് ഒരു എക്സ്പാൻഷനിലേക്ക് എത്തിക്കുന്ന മോഡാണ് ഇതുവരെ ചെയ്തത് എല്ലാ പ്രോബ്ലത്തിലും അല്ലേ. പക്ഷേ ഇവിടെ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് e⁻z sin z cos z ആണ്. അപ്പോൾ ഇതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ടൈലർ സീരീസും മെക്ലോറിൻ സീരീസും നമ്മളെ പ്രകാരമാണോ തുടക്കത്തിൽ ഡിഫൈൻ ചെയ്യുന്നത്, ആ ഒരു മെത്തേഡിലൂടെ മാത്രമേ ഇത് ഡിറൈവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക്. ഇത് നമുക്ക് സെറ്റിനെ മാറ്റിയെടുക്കാനൊന്നും ഓപ്ഷനും ഇല്ലല്ലോ, ഒന്നും ചെയ്യാനുമില്ല. അപ്പോൾ എന്താണ് നമ്മൾ മെക്ലോറിൻ സീരീസിൻ്റെ പൂർണ്ണ രൂപം? f(z)നെ a0 പ്ലസ് a1z പ്ലസ് a2z² പ്ലസ് a3z³ പ്ലസ് എറ്റ്സെട്ര എന്ന് എഴുതി വെക്കലാണ്. വേർ an is equal to 1/n factorial fn of 0 n equal to 0 1 2 3 എറ്റ്സെട്ര. അപ്പോൾ ജസ്റ്റ് സിമ്പിൾ ചുരുക്കി പറഞ്ഞാൽ ഈ a0യും a1ഉം a2ഉം a3യും പറ്റണമെന്നുണ്ടെങ്കിൽ a4 വരെ കാണാം. എന്നിട്ട് ഈ എൻവലപ്പിൽ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ജോലി കഴിഞ്ഞു. ആദ്യം a0 എന്ന് പറയുമ്പോൾ എന്താ വ്യത്യാസം? n0 ആണ് അല്ലേ. അപ്പോൾ 1/0 ഫാക്ടോറിയൽ ഇൻറ്റു f0 എന്ന് പറയണ്ട കേട്ടോ, f of 0 എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ തന്നെ എഴുതാം. 0 ഫാക്ടോറിയൽ 1 ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ 1/1 f of 0. വാട്ട് ഈസ് f of 0? f എന്ന് പറഞ്ഞാൽ e⁻z ആണ്. കണ്ടോ, ഇതവിടെ എഴുതാം. f of z എന്ന് പറഞ്ഞാൽ e⁻z ആണ്. സോ f of 0 ഷുഡ് ബി e⁻0. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ എന്താ വരിക? ദാറ്റ് ഈസ് 1/1 ഇൻറ്റു 1. ദാറ്റ് ഈക്വൽ ടു 1.
നെക്സ്റ്റ് A1 എന്താ വരിക, എന്നിന് 1 കൊടുത്താൽ മതി. അപ്പോൾ 1/1 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡാഷ്. എന്നിന് 1 കൊടുക്കുക എന്ന് പറഞ്ഞാൽ F1 എന്നല്ല പ്രൊനൗൺസിയേഷൻ, F'0 ദാറ്റ് ഈക്വൽ ടു. അപ്പോൾ എഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇറേസ്റ്റ് ആണെങ്കിൽ എഫ് ഡാഷ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെറിവേറ്റീവ് ഓഫ് ഇറേസ്റ്റ് സെറ്റ് ആണ്. ഇറേസ്റ്റ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇറേസ്റ്റ് എക്സ് തന്നെയല്ല നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇറേസ്റ്റ് സെറ്റിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എന്തെന്നെ പറയും, ഇറേസ്റ്റ് സെറ്റ് എന്ന് തന്നെ പറയും. ദെർഫോർ എഫ് ഡാഷ് ഓഫ് 0 ബിക്കംസ് ഇറേസ്റ്റ് 0 ദാറ്റ് ഈസ് 1. ഓക്കെ, ദാറ്റ് ഈക്വൽ ടു 1/1 ഫാക്ടോറിയൽ. അത്രയേ ഉള്ളൂ, മറ്റേത് 1 ആണ്. നെക്സ്റ്റ് A2. What is A2? 1/2 ഫാക്ടോറിയൽ. നമ്മളെ ഫോർമുല നോക്കിയാൽ മതി കേട്ടോ. എന്നിന് ആദ്യം 0 കൊടുത്തു, എന്നിന് പിന്നീട് 1 കൊടുത്തു, എന്നിന് 2 കൊടുക്കുന്നു. അപ്പോൾ F2 എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് കേട്ടോ. F'(0) ദാറ്റ് ഈക്വൽ ടു. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് നമ്മുടെ കയ്യിലുണ്ട്. വാട്ട് അബൌട്ട് സെക്കൻഡ് ഡെറിവേറ്റീവ്? ഫസ്റ്റ് ഡെറിവേറ്റീവിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. ഇറേസ്റ്റ് സെറ്റിനെ വീണ്ടും എന്നല്ല, എത്ര ചെയ്താലും അത് എന്ത് തന്നെ വരുള്ളൂ, ഇറേസ്റ്റ് സെറ്റ് ആയിട്ട് തന്നെ വരുള്ളൂ. വേറെ ചേഞ്ച് ഉണ്ടാവുമോ? നെവർ. അപ്പോൾ F'' എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ വരിക, ഇറേസ്റ്റ് സെറ്റ് തന്നെയാണ് വരിക. ദെർഫോർ F'' ഓഫ് 0 ഈക്വൽ ടു ഇറേസ്റ്റ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് 1/2 ഫാക്ടോറിയൽ ഇൻറ്റു 1. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് 1/2 ഫാക്ടോറിയൽ. നെക്സ്റ്റ് A3. n ഈക്വൽ ടു 3 കൊടുത്താലോ 1/3 ഫാക്ടോറിയൽ F'' ഓഫ് 0 ഓഫ് 0 ദാറ്റ് ഈക്വൽ ടു 1/3 ഫാക്ടോറിയൽ ഇൻറ്റു വാട്ട് അബൌട്ട് F''? അടുത്ത ഡെറിവേറ്റീവാണ് F'' എന്ന് പറയുന്നത് അല്ലേ? പക്ഷേ ഇറേസ്റ്റ് സെറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്ത് തന്നെയാണ്, ഇറേസ്റ്റ് 0 തന്നെയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു വേരിയേഷൻ ഇവിടെ കാണില്ല. വീണ്ടും 1 തന്നെ വരും. F'' ഓഫ് 0 ഇൻറ്റു 1 ദാറ്റ് ഈസ് 1/3 ഫാക്ടോറിയൽ എറ്റ്സെട്ര. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും, നമുക്ക് ചെയ്ത് വൈൻഡപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്രയും മതി നമുക്ക്. ദെർഫോർ നമ്മുടെ ഫോർമുലയിലേക്ക് വരാം. എഫ് സെറ്റ് ഇസ് ഈക്വൽ ടു നമ്മൾ തുടങ്ങിയ ഈ പോയിന്റിലേക്ക് വരാം. A0, A1, A2, A3 എന്നുള്ള സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് കിട്ടിയ വാല്യൂസ് 1/1 ആയിട്ടുണ്ട് കൊടുത്തോളാം. വാട്ട് ഈസ് A0? ദാറ്റ് ഈസ് 1. ഓക്കെ അല്ലേ? A0 1 ആണ്. അത് നമ്മൾ അതേപോലെ എഴുതുന്നു 1 പ്ലസ് നെക്സ്റ്റ് A1 ദാറ്റ് ഈസ് 1/1 ഫാക്ടോറിയൽ ഇൻറ്റു Z പ്ലസ് A2 1/2 ഫാക്ടോറിയൽ ഇൻറ്റു Z² പ്ലസ് A3 1/3 ഫാക്ടോറിയൽ ഇൻറ്റു Z³ പ്ലസ് എറ്റ്സെട്ര. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് 1 പ്ലസ് Z/1 ഫാക്ടോറിയൽ പ്ലസ് Z²/2 ഫാക്ടോറിയൽ പ്ലസ് Z³/3 ഫാക്ടോറിയൽ പ്ലസ് എറ്റ്സെട്ര. തന്നെയാണ് നമ്മൾ അവിടെ എഴുതി വെച്ചത്. ഇതാ നമ്മൾ ഇറേസ്റ്റ് സെറ്റിൻ്റെ ഫോർമുലകൾ കണ്ടല്ലോ. തന്നെയാണ് നമ്മളിപ്പോൾ അവിടെ കിട്ടിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൈൻ സെറ്റാണ്. അതും ഇതേപോലെ തന്നെ. ഓക്കെ അല്ലേ? ഒരു വ്യത്യാസമില്ല. ഇറേസ്റ്റ് സെറ്റ്, സൈൻ സെറ്റ്, കോസ് സെറ്റ് വന്നാൽ ഇപ്പം നമ്മൾ ഇറേസ്റ്റ് സെറ്റ് ചെയ്തത് എങ്ങനെയാണോ അപ്രകാരം തന്നെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് A0യും A1ഉം A2ഉം A3യും കണ്ടെത്തുക എന്നുള്ളതാണ്. വാട്ട് ഈസ് A0? A0 മീൻസ് 1/0 ഫാക്ടോറിയൽ F of 0 that is 1/1. What is F of 0? That is sin 0 that is equal to 0. sin 0 0 ആണല്ലോ. അടുത്തത് A1 എന്ന് പറയുമ്പോൾ 1/1 ഫാക്ടോറിയൽ ഇൻറ്റു F' ഓഫ് 0. ഓക്കെ, ദാറ്റ് ഈക്വൽ ടു 1/1 ഫാക്ടോറിയൽ. വാട്ട് ഈസ് F'? നമുക്കറിയാം F of Z സൈൻ സെറ്റ് ആണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ സൈൻ ഡെറിവേറ്റീവ് എന്താണ്? കോസ് Z ആണ്. അതുവഴി F' ഓഫ് 0 നമുക്ക് എന്ത് കിട്ടും? കോസ് 0 ദാറ്റ് ഈസ് 1. സംശയമുള്ളതൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ച് നോക്കിയാൽ മതി കേട്ടോ. എന്താണ് കോസ് 0, എന്താണ് സൈൻ 0 എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 1/1 ഫാക്ടോറിയൽ, അതായത് 1. നെക്സ്റ്റ് A2 വരുന്നത് എന്താണ്? 1/2 ഫാക്ടോറിയൽ
ഡബിൾ ഡാഷ് ഓഫ് 0, എഫ് ഡബിൾ ഡാഷ് സെക്കൻഡ് ഓർഡറാണ് വ്യത്യാസം വരിക കേട്ടോ, n വാരി ചെയ്യുന്നതനുസരിച്ച്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് എഫ് ഡബിൾ ഡാഷ് ഓഫ് ഇസെഡ് ആണ്. നമുക്ക് എഫ് ഡാഷ് സെറ്റ് കയ്യിലുണ്ട്, കോസ് സെറ്റ്. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് സെറ്റ് എന്താണ്? മൈനസ് സൈൻ സെറ്റ്. ദെർഫോർ എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 മൈനസ് സൈൻ 0. സൈൻ 0 ആണല്ലോ, പ്രത്യേകിച്ച് മൈനസിൻ്റെ ആവശ്യം നമ്മൾ പറയാനില്ല അല്ലേ. 0ക്ക് എന്ത് കിട്ടിയാലും 0 തന്നെയാണ്. അപ്പോൾ ഈ കേസിൽ വരുന്നത് എന്താണ്? 1/2 ഫാക്ടോറിയൽ ഇൻറ്റു 0 വിച്ച് ഇസ് സിംപ്ലി 0. നെക്സ്റ്റ് A3 ഈസ് 1/3 ഫാക്ടോറിയൽ എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 0 ദാറ്റ് ഈക്വൽസ്. ആദ്യം എന്താണ് എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് ഇസെഡ് വരിക എന്നുള്ളത് കൺഫേം ചെയ്യണം. എഫ് ഡബിൾ ഡാഷ് വരെ നമ്മുടെ കയ്യിലുണ്ട്, ഒരു സ്റ്റെപ്പ് കൊണ്ടാണ് തുടർന്നാൽ മതി. അപ്പോൾ മൈനസ് ഓൾറെഡി ഉണ്ട്. സൈൻ സെറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് സെറ്റ് ആണ്. ദെർഫോർ എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 0 ബിക്കംസ് മൈനസ് കോസ് 0 ദാറ്റ് ഈസ് -1. കോസ് 0 1 ആണ്. അപ്പോൾ 1/3 ഫാക്ടോറിയൽ ഇൻറ്റു 1 സിംപ്ലി 1/3 ഫാക്ടോറിയൽ. ഒന്നും കൂടെ നമുക്ക് സൗകര്യം പോലെ കണ്ടുവച്ചാൽ നന്നാവും. അപ്പോൾ 1/4 ഫാക്ടോറിയൽ എഫ് ഫോർത്ത് ഡെറിവേറ്റീവ് ഇങ്ങനെ ഇട്ടാൽ മതി കേട്ടോ, 0 ദാറ്റ് ഈക്വൽ ടു. അപ്പോൾ ഫോർത്ത് ഡെറിവേറ്റീവ് എന്താ വരിക? ഫോർത്ത് ഓർഡർ ഡെറിവേറ്റീവ്, തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് നമ്മുടെ കയ്യിലുണ്ട്, മൈനസ് കോസ് സെറ്റ്. സോ മൈനസ് കോസ് സെറ്റിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ സെറ്റ്. മൈനസ് ഓഫ് മൈനസ് ബിക്കംസ് പ്ലസ് സൈൻ സെറ്റ്. അപ്പോൾ എന്താ സംഭവിക്കുക? സൈൻ സെറ്റ് എന്ന് വരും. നമുക്ക് വേണ്ടത് എഫ് ഫോർത്ത് ഓഫ് 0 ആണ്. അപ്പോൾ സൈൻ 0 അല്ലേ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ദാറ്റ് ഈസ് 1/4 ഫാക്ടോറിയൽ ഇൻറ്റു 0 ദാറ്റ്സ് ഈക്വൽ ടു 0. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ എക്സ്പാൻഷൻ എന്താ വരിക? ദെർഫോർ എഫ് സെറ്റ് ഇസ് ഈക്വൽ ടു A0. വാട്ട് ഈസ് A0? A0 ഈസ് 0. അപ്പോൾ 0 പ്ലസ് A1. വാട്ട് ഈസ് A1? 1/1 ഫാക്ടോറിയൽ 1/1 ഫാക്ടോറിയൽ Z പ്ലസ് A2 is 0 Z square plus A3 1/3 factorial Z cube plus A4 0 or 0 into Z raised to 4 plus etc. അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് Z/1 ഫാക്ടോറിയൽ. അടുത്ത ടേം 0 ആണ്. ഫസ്റ്റ് ടേമും 0, തേർഡ് ടേമും 0 എഴുതേണ്ട ആവശ്യമില്ല. പ്ലസ് നെക്സ്റ്റ് Z³ ഫാക്ടോറിയൽ. ഇത് നമ്മൾ എഴുതിയുള്ളൂ. ഇനി ഒരു പക്ഷേ അടുത്ത ടേം വരാമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഓക്കെ, അപ്പോൾ നമ്മളെ സീരീസ് എക്സ്പാൻഷൻ എന്ത് വരും? ദെർഫോർ എഫ് സെറ്റ് ഇസ് ഈക്വൽ ടു A0 നമ്മളെ കയ്യിലുണ്ടല്ലോ, ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട്. A0 0 അല്ലേ? യെസ്, 0 പ്ലസ് A1 നമ്മളെ കയ്യിലുണ്ടല്ലോ, 1/1 ഫാക്ടോറിയൽ 1/1 ഫാക്ടോറിയൽ ഇൻറ്റു Z അല്ലേ, പ്ലസ് A2 0 ആണ്. അപ്പോൾ 0 Z സ്ക്വയർ പ്ലസ് A3 നമ്മൾ എഴുതിയപ്പോൾ ഓക്കെ. എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 0 -1 ആണ് വരുന്നത് അല്ലേ. സോറി, ഞാൻ ഇവിടെ 1 എഴുതിയത് കേട്ടോ, -1 സോറി. ഓക്കെ അല്ലേ. മൈനസും പ്ലസും വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. ഫസ്റ്റ് ഡെറിവേറ്റീവിൽ 1 ആണ് ഇവിടെ ഉണ്ടല്ലോ നമ്മളെ കയ്യിൽ. സെക്കൻഡ് ഡെറിവേറ്റീവിൽ 0 ആണ്. തേർഡ് ഡെറിവേറ്റീവ് -1 ആണ്. ഫോർത്ത് ഡെറിവേറ്റീവ് 0 ആണ്. അത് ശ്രദ്ധിക്കണം. അപ്പോൾ പ്ലസ് A3 എന്ന് പറയുമ്പോൾ -1/3 ഫാക്ടോറിയൽ അല്ലേ. മൈനസ്, അതായത് 1/, ഇവിടെ സോറി മൈനസ് വരും, ശ്രദ്ധിക്കണം. അപ്പോൾ 1/3 ഫാക്ടോറിയൽ ഇൻറ്റു -1 ദാറ്റ് ഈസ് സിംപ്ലി -1/3 ഫാക്ടോറിയൽ. ഓക്കെ, ഇൻറ്റു Z³ പ്ലസ് A4 0 Z raised to 4 എറ്റ്സെട്ര. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ദാറ്റ് ഈക്വൽസ് Z/1 ഫാക്ടോറിയൽ അല്ലേ. അതായത് Z എന്ന് എഴുതിയാലും മതി. Z/1 ഫാക്ടോറിയൽ. അടുത്തത് ഫസ്റ്റ് ടേമും തേർഡ് ടേമും അടുത്ത ടേമും 0 ആണ്. പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് പ്ലസ് ഇൻറ്റു മൈനസ് ആണ്. ദെൻ Z³ ഫാക്ടോറിയൽ. അടുത്ത ടേം 0 ആണ്. ഇനി വാട്ട് മേ ബി നെക്സ്റ്റ് ടേം? ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലസ്
സെഡ് റേസ് ടു 5/5 ഫാക്ടോറിയൽ മൈനസ് എറ്റ്സെട്ര. ഇതിങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. അടുത്തതിൽ മൈനസ് വരും, പിന്നെ 0 വരും, അടുത്തതിൽ 1, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് വൃത്തിയായിട്ട് പറഞ്ഞാൽ സൈൻ സെഡ് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ എഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് മൈനസ് z³ 3 ഫാക്ടോറിയൽ പ്ലസ് സെഡ് റേസ് ടു 5/5 ഫാക്ടോറിയൽ മൈനസ് എറ്റ്സെട്ര. ഇതാണല്ലോ നമ്മളെ സൈൻ സെറ്റിൻ്റെ ഫോർമുല കൃത്യമായിട്ട് വരുന്നത്. യെസ്. അടുത്തത് കോസ് സെഡ്. ഇതും ഇതേപോലെ തന്നെ കേട്ടോ. ആദ്യം A0 ആസ് യൂഷ്വൽ 1/0 ഫാക്ടോറിയൽ എഫ് ഓഫ് 0 ദാറ്റ് ഈക്വൽസ് എഫ് ഓഫ് സെഡ് കോസ് സെഡ് ആണല്ലോ. അപ്പോൾ എഫ് ഓഫ് 0 കോസ് 0. കോസ് 0ൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. സോ 1/1 ഇൻറ്റു 1 ദാറ്റ് ഈസ് 1. A1 എന്ന് പറയുമ്പോൾ 1/1 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 0. നമ്മൾ ഈ സെറ്റിൽ പറഞ്ഞതാണ് ഈ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ എലാബറേറ്റ് ചെയ്യാത്തത്. ആ ഫോർമുല എന്നിൻ്റെ സ്ഥാനത്ത് ആദ്യം 0 കൊടുക്കുക, പിന്നെ 1 കൊടുക്കുക, പിന്നെ 2 കൊടുക്കുക. ഇവിടെ നമ്മൾ ചെയ്തില്ലേ ഈ റേസ് സെറ്റ് ചെയ്ത സമയത്ത്. ഇതൊക്കെ ഈ സ്റ്റെപ്പൊക്കെ അവിടെയും വരും കേട്ടോ. എഫ് സെറ്റ് ഇപ്പോൾ എക്സാമിന് എഴുതുന്നുണ്ടെങ്കിൽ എഫ് സെറ്റിൻ്റെ ഈ ഫോർമുല ആദ്യം എഴുതുക, പിന്നെ AN എഴുതുക, എന്നിട്ട് ഇതിങ്ങനെ ചെയ്താൽ മതി. അതന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ സ്റ്റെപ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്നില്ല എന്നോട്. ഇനി എഫ് ഡാഷ് കാണണം. വാട്ട് ഈസ് എഫ് ഡാഷ് ഓഫ് സെറ്റ്? എഫ് ഓഫ് ഇസെഡ് കോസ് സെഡ് ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് ഇസെഡ് എന്തായിരിക്കും? മൈനസ് സൈൻ സെറ്റ് ആയിരിക്കും. ദെർഫോർ എഫ് ഡാഷ് ഓഫ് 0 മൈനസ് സൈൻ 0. സൈൻ 0 0 ആണ്. അപ്പോൾ പ്രത്യേകിച്ച് പിന്നെ മൈനസിനോടെ ആവശ്യമൊന്നുമില്ല അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വരിക? 1/1 ഫാക്ടോറിയൽ ഇൻറ്റു 0 ദാറ്റ് ഈസ് 0. നെക്സ്റ്റ് A2 മീൻസ് 1/2 ഫാക്ടോറിയൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് 0. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് സെഡ് ഇവിടെ എന്താ കിട്ടുക നമുക്ക്? എഫ് ഡബിൾ ഡാഷ് ഓഫ് ഇസെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഡാഷ് സെഡ് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. മൈനസ് സൈൻ സെഡ് എന്നാണ്. അപ്പോൾ മൈനസ് അവിടെ നിർത്തുക. സൈൻ സെറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് സെറ്റ് ആണ്. മൈനസ് അവിടെ ഉണ്ട് കേട്ടോ. ദെർഫോർ എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 മൈനസ് കോസ് 0. കോസ് 0 1 ആണ്, പക്ഷേ മൈനസ് ഓൾറെഡി ഉള്ളതുകൊണ്ട് -1. So this is equal to 1/2 factorial into -1. Simply -1/2 factorial. മൈനസ് ഉള്ളത് ശ്രദ്ധിക്കണം കേട്ടോ. നെക്സ്റ്റ് A3 1/3 factorial f triple dash of 0 that equal to 1/3 factorial. What is f triple dash? F triple dash of z is equal to എന്ത് വരും? എഫ് ഡബിൾ ഡാഷ് നമ്മളെ കയ്യിലുണ്ട്, മൈനസ് കോസ് സെഡ് ആണ്. അപ്പോൾ മൈനസ് അവിടെ നിർത്തുക. കോസ് സെറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? മൈനസ് സൈൻ സെറ്റ്. ഓക്കെ. സോ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണ്. സോ സൈൻ സെറ്റ് എന്ന് പറയും. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 0 സൈൻ 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ഇൻറ്റു 0 വരും. സോ ഗോസ് ടു 0. ഇനി ഒരാളും കൂടെ നമുക്ക് കാണാൻ പറ്റിയ നല്ലത്. അപ്പോൾ 1/4 ഫാക്ടോറിയൽ എഫ് ഫോർത്ത് 0 ദാറ്റ് ഈക്വൽ ടു, ആദ്യം നമ്മൾ 4th ഓർഡർ ഡെറിവേറ്റീവ് കാണണം. 3rd ഓർഡർ നമ്മളെ കയ്യിലുണ്ടല്ലോ. സൈൻ സെറ്റ് ആണ്. സൈൻ സെറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് സെറ്റ് ആണ്. അതുകൊണ്ട് എഫ് ഫോർത്ത് 0 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് cos 0 which is equal to 1. അപ്പോൾ അവിടെ കൊടുത്ത എന്ത് വരും? 1/4 ഫാക്ടോറിയൽ ഇൻറ്റു 1 ദാറ്റ് ഈക്വൽ ടു 1/4 ഫാക്ടോറിയൽ അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ട ആൾക്കാരൊക്കെ ആയിക്കഴിഞ്ഞു. ദെർഫോർ നമ്മൾ എൻവലപ്പിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഓഫ് ഇസെഡ് ഈക്വൽ ടു A0. വാട്ട് ഈസ് A0? A0 1 അല്ലേ. അപ്പോൾ 1 പ്ലസ് A1 0. അപ്പോൾ 0 Z പ്ലസ് A2 -1/2 ഫാക്ടോറിയൽ -1/2 ഫാക്ടോറിയൽ Z സ്ക്വയർ പ്ലസ് A3 0 Z³ പ്ലസ് A4 പ്ലസ് 1/4 ഫാക്ടോറിയൽ Z raised to 4. ഓക്കെ, Z raised to 4. പ്ലസ് എറ്റ്സെട്ര
ദാറ്റ് ഈക്വൽ ടു 1 മൈനസ് സെഡ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് സെഡ് റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ മൈനസ് എറ്റ്സെട്ര. ഇതിൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് അങ്ങനെയാണ് വരിക. അങ്ങനെയാണ് നമുക്ക് കോസെറ്റിൻ്റെ ഫോർമുല കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ടെയ്ലർ ആൻഡ് മെക്ലോറിനെ പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുള്ളത്. ഓക്കെ.